സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് വിവിധ മാർഗ്ഗങ്ങളിലൂടെ വന്ന ആളുകളെ പലപ്പോഴായിട്ട് സുപ്രഭാത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നടന്നു വന്ന കുറച്ച് പേരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതാ സൈക്കിളിൽ മലപ്പുറത്ത് നിന്നെത്തിയ ഒരു സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് പേരെന്താണ്? അബ്ദുറഹീം ദാരിമി. മലപ്പുറം എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? എന്താണ് യാത്ര? മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കീശ്ശേരി നിന്നാണ്. കീശ്ശേരി തൊട്ടടുത്ത് മുണ്ടിലാക്കൽ എന്ന് പറയും. നമ്മളെ സയ്യിദുലമയുടെ മഹൽ തന്നെയാണ്. പക്ഷെ അതവിടെ നിന്ന് തുടങ്ങി രാത്രി സ്റ്റേ ചെയ്തു, പകലും മുഴുവനായിട്ട് ഓൾ ത്രൂ യാത്ര ചെയ്തു. എത്ര കിലോമീറ്റർ മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ടാവും? ഏകദേശം ഒരു 240, ഓൾമോസ്റ്റ് 240 കിലോമീറ്റർ. 240ഓളം കിലോമീറ്ററാണ്. എന്തായിരുന്നു ഇങ്ങനൊരു മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം? ഒന്നുമില്ല, പ്രധാനപ്പെട്ട കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ ചെറിയ ക്ലേശങ്ങളിലൂടെ ആ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കപ്പെടും എന്നുള്ളൊരു നിയത്തിലാണുള്ളത്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് പെരിങ്ങത്തൂർ പുല്ലൂക്കര, അവിടെ ഒരു ദാഫിയ എന്ന് പറഞ്ഞൊരു ഗേൾസ് അക്കാഡമിയുടെ പ്രിൻസിപ്പാളാണ്. സമസ്തൻ്റെ മുദരീബ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാ മൊത്തം ഒരു ചരിത്ര നിമിഷമാണല്ലോ സംഭവിക്കാനിരിക്കുന്നത്, അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിമിഷത്തിന് ഭാഗമാവാൻ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എങ്ങനെയാണ്? സന്തോഷം നേരത്തെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇനിയൊരു 100ാം വാർഷികം അല്ലെങ്കിൽ അങ്ങനെ കൂട്ടി പോവുകയാണെങ്കിൽ 200, അതിലൊന്നും നമ്മളിനി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമല്ല, എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ അത് കാരണമായി നമ്മുടെ മനസ്സിൽ നിയത്താക്കുന്ന കാര്യം ലക്ഷീകരിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. കുറേ ആളുകൾ ചോദിച്ചിരുന്നു, ഇത് ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ, വാഹനങ്ങളൊക്കെ ഉള്ള ആളല്ലേ, അങ്ങനെ ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ, എല്ലാവരും ആ ഒരു കോൺസെപ്റ്റിലായിക്കൊള്ളണമെന്നില്ല. ഇൻഷാ അല്ലാ. ഓക്കെ, നേരത്തെ സൈക്ലിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്? ഞാൻ സൈക്ലിംഗ് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കാലിനൊരു ഫുട്ബോൾ കളിച്ച് ലിഗമെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് ലിഗമെൻ്റായിട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് സൈക്ലിംഗ് ചെയ്ത് തുടക്കത്തിലൊരു ഇഷ്യൂ ആയിട്ട് കണ്ടിരുന്നു. പിന്നെ അത് എവിടെ പോയെന്ന് അറിയില്ല. ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്തായാലും യാത്ര ഉഷാറാകട്ടെ. കാരണം ഇതുപോലെ സംസ്ഥയുടെ ഈ 100ാം വാർഷിക സമ്മേളനത്തിലേക്ക് വിവിധ മാർഗ്ഗങ്ങളിലൂടെ എത്തുന്ന പലരെ നമ്മൾ നേരത്തെയും കാണിച്ചു. ഇനിയും ഇത്തരം എത്തിയ ഒരുപാട് ആളുകൾ ഈ പരിസരത്തിൽ ആയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ആളുകളെ പരിചയപ്പെടാം. സംസ്ഥാന 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ വിശേഷങ്ങൾക്കായി സുപ്രഭാതം തുടരുക.